ഹലോ വെൽക്കം ബാക്ക് ടു റിഫ്ന സജിദ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വ്ളോഗ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ മൈസൂരിൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്ന ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു നോർമൽ ഡേ വിശേഷങ്ങളായിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കിച്ചണിൽ പോയി ബോട്ടിലിൽ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെള്ളം കുടിക്കലാണ് ഏറ്റവും ഫസ്റ്റ് പണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിലെത്തിയിട്ട് വെള്ളം കുടിക്കൽ ഭയങ്കരമായിട്ട് കുറഞ്ഞേക്കണം കേട്ടോ. ഫുഡ് കഴിക്കുന്ന ടൈമിൽ കുടിക്കില്ലേ, അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വെള്ളം എടുത്ത് കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഞാനാണെങ്കിൽ ഈ ഒരു ഇയർ സ്റ്റാർട്ടിങ്ങിൽ എന്നെ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് എന്നും ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുന്ന രീതിയിലേക്ക് ആക്കണം. നമ്മളുടെ ഹെൽത്തിനും ബോഡിക്കൊക്കെ നല്ലതല്ലേ, ആ ഒരു രീതിയിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നേരത്തോടെ എണീച്ചിട്ടുണ്ട്. അപ്പം ഞാൻ റുവാനായിട്ട് ഇതേ പുറത്ത് വന്നിരിക്കുകയാണ്. പുറത്ത് നല്ല രീതിയിൽ മഴ ഒക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമായി. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മൈദമാവിൻ്റെ ദോശ, തേങ്ങാപ്പാലും പഞ്ചസാരയാണ് അവരൊക്കെ കഴിച്ചത്. ഞാൻ തലേന്നത്തെ മീൻകറി ഇരിക്കണ്ടായിരുന്നു, അപ്പം അത് കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല ഒരു ചായയും കുടിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കൂട്ടാം. റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് ഉറങ്ങി സോഫയിൽ കിടന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തോടെ എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഉറക്കം മതിയായിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ അവിടെ സോഫയിൽ ഇരുന്നപ്പോൾ റുവ ബേബിയും അങ്ങനെ എൻ്റെ കൂടെ ഇരുന്നിട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ ഞാൻ ഇതേ മുകളിലേക്ക് പോവാണ്. അവിടെ തിരുമ്പിയതൊക്കെ എടുക്കാം, അതൊക്കെ മടക്കിയേക്കാന്ന് വിചാരിച്ചിട്ട്. ഉമ്മ അവിടെ കിച്ചണിൽ ഓരോ പണിയിലാണ്. അപ്പോൾ പിന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയ കാരണം തിരുമ്പിയതൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പിന്നെ ഉണങ്ങിയത് കുറേശ്ശെ എടുത്തിട്ട് മടക്കിയേക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ താഴെ വന്ന് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മ എന്നുണ്ടെങ്കിൽ മീൻ മുറിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കോളിഫ്ലവർ ഒക്കെ കട്ട് ചെയ്യണ്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് പിന്നെ കുട്ടീസൊക്കെ എണീച്ചത്. അപ്പൊ എണീച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെയിൻ പരിപാടി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നാണ് റുവാടെ മുടി വെട്ടണം എന്നുള്ളത്. റുവാക്ക് എപ്പോഴും ഞാൻ തന്നെ ഉണ്ടാ മുടി വെട്ടി കൊടുക്കല്. അവള് വെട്ടാൻ തീരെ സമ്മതിക്കൊന്നുമില്ല. എന്നാലും എനിക്ക് പറ്റണ പോലെ ഞാനിങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് വെട്ടി കൊടുക്കും. അങ്ങനെ പിന്നെ അവളെ കുളിപ്പിക്കലും അയൺ ബേബിന്റെയും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ മാംഗോ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും മാംഗോ ജ്യൂസ് ഒക്കെ കുടിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാന്ന്. അങ്ങനൊക്കെ വിചാരിച്ച് നോക്കുമ്പോഴാണ് അധികം ഫ്രൂട്ട് ഒന്നുമില്ല, ആപ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രൂട്ട് സലാഡിൽ ഇടാൻ പറ്റിയ സംഭവം. അപ്പൊ പിന്നെ ഞാൻ ഉള്ളത് വെച്ച് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ആദ്യം കസ്റ്റാർഡ് ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് ഡേറ്റ്സ്, ആപ്പിൾ, പിന്നെ നട്ട്സ് ആയിട്ട് കുറച്ച് ആൽമണ്ട്സും കാഷ്യൂം കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്ത്. പിന്നെ കുറച്ച് കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ വലിയ രസമില്ല എന്നുള്ളൂ, പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മാംഗോ അതുപോലെ പോമഗ്രാനേറ്റ് ഒക്കെ ഇട്ടാലാണ് ഈ ഒരു ഫ്രൂട്ട് സലാഡിന് നല്ലൊരു ഭംഗി വരിക കേട്ടോ. എന്തായാലും ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് തന്നെയായിരുന്നു. ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അത് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ച് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞാൻ നൈക്കയിൽ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അൺബോക്സിങ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഇത് ഞാൻ റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഈ ഒരു ടിൻറ്റഡ് ലിപ് ബാം ഫിക്സ് ഡെർമ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിപ്സ് ഡാർക്കൻഡ് ആയിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഡാർക്ക്നെസ് ഒക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ സെക്കൻഡ് വൺ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക് ആണ്. ഇത് ഒരു നല്ലൊരു ഷെയ്ഡാണ്, എനിക്ക് പറ്റിയൊരു ഷെയ്ഡായിരുന്നു. പിന്നെ ഈ ഫോക്സ് ടെയിലിൻ്റെ സൺസ്ക്രീൻ എനിക്കിതിൽ ഫ്രീ ആയിട്ട് വന്നതാണ്. ഞാൻ ഇത്രയും ഐറ്റംസ് ഓർഡർ ആക്കിയപ്പം അങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഇതേ ഈ ഒരു ലാക്മേൻ്റെ ല്യൂമിലിറ്റ് ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെന്ന് പറയുമ്പോൾ ഒരു അടിപൊളി ഗ്ലോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനും കുറേ നല്ല റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ആക്കിയതാണ്. പിന്നെ ഇത് ലോറിയലിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. ഇത് എനിക്കൊരു സെറ്റിംഗ് സ്പ്രേ വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബെസ്റ്റ് സംഭവം നോക്കിയപ്പോൾ ലോറിയലാണ് എല്ലാവരും നന്നായിട്ട് പറയുന്നത്, മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓർഡർ ആക്കി. പിന്നെ ഫൈനലി ഈ ഒരു മസ്കാര കൂടി ഓർഡർ ആക്കിയിട്ടുണ്ട് മാർസിൻ്റെ. ഇതിൽ ഇങ്ങനെ 2 ലിഡായിട്ടാണ് വരുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ലെങ്ത്തും പിന്നെ ഒരെണ്ണം വോളിയും കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത്.
ഈ മേക്കപ്പ് പ്രോഡക്ട്സിന്റെ ഒക്കെ ഏതിൻ്റെങ്കിലും ഒക്കെ ഞാൻ യൂസ് ആക്കിയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിത് നമ്മൾ മൈസൂർ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു സാൻഡൽ വുഡിന്റെ ഫേസ് പാക്ക്. അപ്പോൾ ഇതൊന്നല്ലെങ്കിൽ കോൾഡ് വാട്ടറിൽ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ മിൽക്കിൽ മിക്സ് ചെയ്യണം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പൊ നോക്കിയപ്പോൾ മിൽക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ കോൾഡ് വാട്ടറിൽ മിക്സ് ആക്കിയിട്ട് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല സുഖമാണ് കേട്ടോ അത് അപ്ലൈ ചെയ്യുമ്പം. നല്ലൊരു നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഗുഡ് ആയിട്ട് തോന്നും നമുക്കത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ മൊത്തത്തിൽ മുഖത്തൊക്കെ ഞാനും റിസയും കൂടിയിട്ട് ഈ ഒരു പാക്ക് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് റുവ ബേബി നിൽക്കണത് എൻ്റെ മുഖത്ത് ഇട്ട് കണ്ടിട്ട്. ഈ കളറായ കാരണം അത്ര വലിയ പ്രശ്നം തോന്നണില്ല. വേറെ വല്ല റെഡ് കളർ ഫേസ് മാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടി പേടിച്ചിരുന്നു കേട്ടോ, റെഡും ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ. ഇത് അവളിങ്ങനെ നോക്കണുണ്ടായിരുന്നു, ഉമ്മത് എന്താ മുഖത്ത് തേച്ചേക്കണ് എന്നുള്ളതിൽ നോക്കി നിൽക്കണുണ്ട് കേട്ടാ. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം അപ്ലൈ ചെയ്താൽ തന്നെ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പൊ പിന്നെ നമുക്ക് നല്ലോണം ഡ്രൈ ആവണേന് മുന്നേ വാഷ് ചെയ്യാട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കുളിച്ച് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഉച്ചക്കൽക്ക് ചോറ്, അതിൽക്ക് നല്ല മുരിങ്ങക്കായും അതുപോലെ മാങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ട്. പിന്നെ പരിപ്പ് കറി, കോളിഫ്ലവർ പൊരിച്ചത്, ഉപ്പേരി ഒക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ട്വിക്സ് എടുത്ത് കഴിച്ചിട്ടാ, ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ടി വിയിൽ എന്തെങ്കിലുമൊക്കെ കാണാന്ന് വെച്ചാൽ പല പല വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ചട്ടമ്പീസിന്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അവരിങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചാലഞ്ചുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ടൈം അങ്ങനെ ടി വി ഒക്കെ കണ്ടതിന് ശേഷം പിന്നെ റൂമിലേക്ക് പോയി. അവിടെ കുട്ടീസിനായിട്ട് കുറച്ച് ടൈം കളിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട്. റുവാക്ക് ഈ ഒരു ടോയ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ശരിക്കും റിസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു പാൻഡനെ. അതിങ്ങനെ പല പല കളേഴ്സിൽ വരും. നമ്മൾ ആദ്യമേ തട്ടുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ റുവാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അതിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അയിന് ബേബി ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ അതിനെ, ആ കളേഴ്സ് ഇങ്ങനെ മാറണ കാണുമ്പോൾ. അതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമൊക്കെ ആയ ടൈം ആയപ്പോൾ വെറുതെ കുട്ടീസിനൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചിട്ട് റുവ ബേബി ഇതേ ഷൂ ഒക്കെ ഇട്ട് സെറ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും മൈൻ ബേബിനെ എടുത്തിട്ട് കുറച്ച് ടൈം പുറത്തൊക്കെ ഒന്ന് നടന്ന് ഒക്കെയാണ് കേട്ടാ പിന്നെ ഉള്ളിൽ കയറിയത്. റുവ ബേബിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എന്ന് പറയുമ്പോൾ വൈകുന്നേരം സമയത്തൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കൊതുവാണ്. അപ്പോൾ കുറച്ച് ടൈമൊക്കെ അങ്ങനെ അവരായിട്ട് അവിടെ നടന്നതിന് ശേഷം പിന്നെ ഉള്ളിലേക്ക് കയറി. പിന്നെ വൈകുന്നേരം ചായയിലേക്ക് കഴിക്കാനും അതേ നല്ല കിടിലൻ പഴംപൊരിയൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷം പിന്നെ റുവാക്ക് ഒരു പഴംപൊരി എടുത്തിട്ട് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കൊടുത്തിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിക്കലത്തെ ഫുഡ് കഴിക്കുന്ന ടൈമായി. രാത്രിക്കൽക്ക് ഉച്ചക്കലത്തെ സെയിം ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ അതൊക്കെ കഴിച്ച് പിന്നെ പപ്പ വരുമ്പോ ഞാവൽപ്പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കുറെ ഞാവൽപ്പഴം ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഉപ്പൊക്കെ കൂട്ടി കുഴച്ചിട്ട് അതും കഴിച്ച്. അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ളോഗിലുള്ളത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.